നമസ്കാരം. KS മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്ഞാനപീഠ അവാർഡും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വസ്തുതകളുമാണ്. PSCയുടെ ഏത് ലെവലിലുള്ള പരീക്ഷ എടുത്താലും അതിപ്പോൾ 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം അത് ഉറപ്പാണ്. വെറുതെ കിട്ടുന്ന മാർക്ക് കളയണോ? അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ജ്ഞാനപീഠത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ക്ലാസ്സിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് പഠിക്കണം കേട്ടോ. ജ്ഞാനപീഠം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നിങ്ങളോടുള്ള ചോദ്യമാണ്. ജ്ഞാനപീഠം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതി ജ്ഞാനപീഠ പുരസ്കാരമാകുമ്പോൾ കേരളത്തിലെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഇതിൻ്റെ കൂടെ കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയും വാഗ്ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ്. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് ആരാണ്? സർക്കാരാണോ? ഒരിക്കലുമല്ല. ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശമുള്ള പ്രമുഖ വ്യവസായി ശാന്തി പ്രസാദ് ജെയിൻ ആണ്. 1961 മെയ് 22-നാണ് ജ്ഞാനപീഠ ട്രസ്റ്റ് രൂപീകരിച്ചത്. ജ്ഞാനപീഠ ട്രസ്റ്റിന്റെ സ്ഥാപകനായ ശാന്തി പ്രസാദ് ജെയിൻ തന്നെയാണ് ഇന്നും ജ്ഞാനപീഠം നൽകി വരുന്നത്. ഇംഗ്ലീഷും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളിലെ സാഹിത്യ കൃതികളെയുമാണ് ജ്ഞാനപീഠത്തിനായി പരിഗണിക്കുന്നത്. ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് 1965-ലാണ്. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച ഭാഷ നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ്. മലയാളത്തിലെ ഫിലോസഫിക്കൽ കവി എന്നറിയപ്പെടുന്ന G. ശങ്കരക്കുറുപ്പിനാണ് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അന്ന് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരത്തിലൂടെ ലഭിച്ച സമ്മാനത്തുക ഉപയോഗിച്ച് G. ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഒരു അവാർഡുണ്ട്. ഏതാണത്? ഓടക്കുഴൽ അവാർഡാണ്. ഓടക്കുഴൽ അവാർഡ് സ്ഥാപിച്ചത് G. ശങ്കരക്കുറുപ്പാണ് കേട്ടോ. 1965 നമ്മുടെ മലയാളത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ആദ്യ കാലങ്ങളിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിനായിട്ട് കൃതികളെയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1982 ശേഷം സാഹിത്യ മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ജ്ഞാനപീഠം നൽകാൻ തുടങ്ങി. ജ്ഞാനപീഠം നേടിയ മലയാളികൾ. PSCയുടെ എല്ലാ ചോദ്യ പേപ്പറുകളിലും ജ്ഞാനപീഠത്തെ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചും ഒത്തിരി ചോദ്യങ്ങൾ PSCയുടെ ചോദ്യ പേപ്പറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, നമ്മുടെ മലയാളത്തിന് അഭിമാനമായിട്ട് ഇന്ത്യയിൽ പരമോന്നത സാഹിത്യ ബഹുമതി നേടിയ ആദ്യത്തേതാരാണ്? G. ശങ്കരക്കുറുപ്പ്, രണ്ടാമത്തേത് SK പൊറ്റക്കാട്, മൂന്നാമത്തേത് തകഴി ശിവശങ്കര പിള്ള, നാലാമത്തേത് MT വാസുദേവൻ നായർ, അഞ്ചാമത്തേത് ONV കുറുപ്പ്, ആറാമത്തേത് അക്കിത്തർ അച്യുതൻ നമ്പൂതിരി. ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നു. കുറെ പേർക്ക് കിട്ടി, കുറെ പേർക്ക് കിട്ടിയില്ല. കിട്ടാത്തവർ വിഷമിക്കട്ട. നമുക്ക് ഇനിയും പഠിക്കാനുള്ള സമയമുണ്ട്, അവസരമുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ച് നമുക്ക് ജോലിക്ക് കയറണം. കിട്ടിയവരോടാണ് പറയാനുള്ളത്, ഇനി നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പ്രിലിംസ് പോലെയല്ല മെയിൻസിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗൗരവം വേണം. അപ്പം ചിട്ടയായ പഠനവും നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പഠനവും ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. വലിച്ചു വാരി പഠിക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള നുറുങ്ങു വിദ്യകൾ നമുക്ക് നമ്മുടെ KS വിന്നറിലെ ക്ലാസ്സുകളിലൂടെ നൽകുന്നുണ്ട്. അപ്പം SI, LSTS, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങി ഡിഗ്രി മെയിൻസിന്റെ വിവിധ ബാച്ചുകൾ ഇവിടെ റണ്ണിംഗ് ആണ്. ഇതിനു പുറമെ KS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ പ്രിലിംസ് ബാച്ചുകളിലേക്കുള്ള ക്ലാസ്സുകളും റണ്ണിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ LDC പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള ഗോദ ടെസ്റ്റ് സീരീസും ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസിൽ പ്രിഡിക്റ്റ് ചെയ്ത് വന്ന എല്ലാ ചോദ്യങ്ങളും നമ്മുടെ തിരുവനന്തപുരംകാരുടെ LDC പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളും ഇനി നമ്മൾ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം നോക്കി പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ.
അപ്പൊ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്, ഏതൊക്കെ വർഷമാണ്, ഏതൊക്കെ കൃതി, അതൊക്കെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് എന്നാണ്? 1965 പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം, ആദ്യമായി ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. മലയാള ഭാഷയ്ക്കാണ് ആദ്യമായി ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ ബഹുമതി ലഭിച്ചത്. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി അക്കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും യോഗ്യൻ നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്. മലയാളത്തിലെ ഫിലോസഫിക്കൽ കവി എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കവിതകളാണ്. അദ്ദേഹത്തിന്റെ എന്റെ വേളി എന്നുള്ള കൃതി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? വിവാഹത്തെയും മരണത്തെയും ഒരു ഫിലോസഫിക്കൽ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ എല്ലാ കൃതികളിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. അതുകൊണ്ട് ജ്ഞാനപീഠം നേടാൻ വേണ്ടി ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണെന്ന് തന്നെ പറയാം. അപ്പം രണ്ടാമത് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് 1980 അത് എത്രാമത്തേതാണ്? 16ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് 1980 മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്നത്. അത് ലഭിച്ചത് എസ്.കെ. പൊറ്റക്കാടിനാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. എസ്.കെ. പൊറ്റക്കാടിന് ശേഷം മലയാളത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം വരുന്നത് 1984 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 20ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആദ്യ കാലങ്ങളിൽ ജ്ഞാനപീഠ പുരസ്കാരം കൃതികൾക്കാണ് നൽകിയിരുന്നത്. അതിനുശേഷം 1982 മുതൽ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ 1982 ശേഷമാണല്ലോ 84 വരുന്നത്. അപ്പം തകഴിക്ക് ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കാണ്. 4ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം MT വാസുദേവൻ നായർക്കാണ്. 1995 31ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്? കൃതി ഒന്നുമില്ല, സമഗ്ര സംഭാവനയ്ക്കാണ് MT വാസുദേവൻ നായർക്കും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പം 1982 കഴിഞ്ഞ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എല്ലാ മലയാളികൾക്കും എന്താണ്? മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും സമഗ്ര സംഭാവന, സാഹിത്യ മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ. അതിനുശേഷം 2007 നമ്മുടെ ONV കുറുപ്പിനാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. 43ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ് ONV കുറുപ്പിന് ലഭിക്കുന്നത്. അതും സാഹിത്യ മേഖലയിൽ അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നൽകിയ ജ്ഞാനപീഠ അവാർഡായിരുന്നു. അതിനുശേഷം 2019 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തം അച്യുത നമ്പൂതിരിക്ക്, അദ്ദേഹം സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. MT വാസുദേവൻ നായരുടെ കാര്യം പറയുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 2024 91ാം പിറന്നാൾ ആഘോഷിച്ച ഒരു കവിയാണ് MT വാസുദേവൻ നായർ. അപ്പം ചിലപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷയിൽ അദ്ദേഹത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. 2024 91ാം പിറന്നാൾ ആഘോഷിച്ച ജ്ഞാനപീഠ ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? MT വാസുദേവൻ നായർ എന്ന് പറയാൻ സാധിക്കണം. അപ്പൊ നമ്മള് കുറെ പേരുടെ പേരും ഇയറും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സംശയം വന്നു കാണും. ഇത് പഠിക്കാൻ വേണ്ടി ചെറിയൊരു കോഡുണ്ട്, അത് പറഞ്ഞു തരാം. നമ്മൾ ഇത്രയും പേരുടെ പേരൊക്കെ കേട്ടല്ലോ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പാടാണ്. അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ശങ്കരൻ പെറ്റ തകഴി വാസുക്കുറുപ്പ് നമ്പൂതിരി. ഇതെങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശങ്കരൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിനെ നമുക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് ശങ്കരനാക്കി നമ്മള്. അതുപോലെ പൊറ്റക്കാട്, പൊറ്റക്കാടിനെ നമ്മൾ പെറ്റെന്നാക്കി. പെറ്റെന്ന് പറഞ്ഞാൽ പൊറ്റക്കാടാണ്, ഓർത്തേക്കണം. അതുപോലെ ശങ്കരൻ പെറ്റ തകഴി, തകഴി നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. തകഴി വാസുക്കുറുപ്പ്. അപ്പം വാസു എന്ന് പറഞ്ഞ ആരാ? MT വാസുദേവൻ നായരുടെ ഷോർട്ട് കട്ടാണ് വാസു. കുറുപ്പ്, കുറുപ്പ് ആരാ? ONV കുറുപ്പ്. നമ്പൂതിരി, നമ്പൂതിരി ആരാണ്? അക്കിത്തം അച്യുത നമ്പൂതിരി. അപ്പം നമ്മുടെ കോഡ് ഏതാണ്? ശങ്കരൻ പെറ്റ തകഴി വാസുക്കുറുപ്പ് നമ്പൂതിരി. അപ്പൊ ഈ കോഡ് പഠിച്ചാൽ തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികളുടെ പേര് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ക്രമമായിട്ട് തന്നെയല്ലേ? ആദ്യം കിട്ടിയത് ശങ്കരക്കുറുപ്പിന്, രണ്ടാമത് പൊറ്റക്കാടിന്, മൂന്നാമത് തകഴിക്ക്, നാലാമത് MT വാസുദേവൻ നായർക്ക്, അഞ്ചാമത് ONV കുറുപ്പിന്, ആറാമത് അക്കിത്തം അച്യുത നമ്പൂതിരിക്ക്. അപ്പൊ ഈ കോഡ് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർക്കാൻ പറ്റും. ജ്ഞാനപീഠ അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വസ്തുതകൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേക്കണം. വളരെ ചുരുക്കി എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണം. ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നോക്കിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. കോഡ് മറക്കണ്ട, ശങ്കരൻ പെറ്റ തകഴി വാസുക്കുറുപ്പ് നമ്പൂതിരി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.